ചെലവാക്കി നടത്തിയ പരിപാടിയാണ്. ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ പരിപാടി തീർന്നു. ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ചോദിച്ചവന്റെ വായ പൊത്തിപ്പിടിക്കുന്ന സ്നേഹത്തിന്റെ കട. ഒരു പയ്യന്റെ മുന്നിൽ ക്ലീൻ ബൗൾഡായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടുപോകുന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥ. രാഹുൽ ഗാന്ധി ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നു. KPCC സംഘടിപ്പിച്ച വിജയോത്സവം മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? RSSനെതിരെ, BJPക്കെതിരെ, കേരള സർക്കാരിനെതിരെ രാഹുൽ സംസാരിച്ചു. ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ BJPക്ക് താല്പര്യമില്ല എന്നും രാഹുൽ ആരോപണം ഉന്നയിച്ചു ഇന്നലെ. ഞാൻ വീണ്ടും പറയാം, നീ വേണ്ടാത്ത പണിക്ക് പോണ്ട. നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. ഇതിനേലും കൂടിയതിനൊക്കെ എത്ര കണ്ടിരിക്കുന്നു. വെറുപ്പിന്റെ കമ്പോളത്തിൽ മുഹബത്ത് കി ദുകാൻ, സ്നേഹത്തിന്റെ കടയാണ് ഞങ്ങൾ തുറക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ യഥാർത്ഥ സ്നേഹത്തിന്റെ കട എന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ സമയത്ത്, എറണാകുളത്തെത്തിയ സമയത്ത് അവരുടെ യഥാർത്ഥ സ്നേഹത്തിന്റെ കട നിങ്ങൾ കണ്ടോ? എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? നേതാക്കളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതാ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവർക്ക് രാഹുലിനോട് സംസാരിക്കാൻ അവസരം. എല്ലാം കുളമാക്കിയതല്ല, ആയിപ്പോയി. നിങ്ങൾ ഈ സ്നേഹത്തിന്റെ കടയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോ എന്താണ് അതിനെ പ്രതികരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ നേതാവ് നിങ്ങളുമായി ഒരു 5 മിനിറ്റ് ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും 1-2-3 പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. KC വേണുഗോപാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓഡിയൻസിൽ നിന്ന് രാഹുൽ സാർ എന്ന ശബ്ദമുയർന്നു. ചോദ്യവും വന്നു. എല്ലാവർക്കും എന്നെ മതി. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ആക്ച്വലി എന്താണ് പറയണെന്ന് മനസ്സിലായില്ല. എന്തിനാ ആര് ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ ഇത് മറ്റേല്ല, അത് ചവിട്ടി കണക്കല്ലടാ. നിങ്ങൾ കേട്ടില്ലേ? ഒരു ബംഗാളിയാണ്, വെസ്റ്റ് ബംഗാളിലെ ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിക്കുക. ഒരു വിദ്യാർത്ഥിയാണ്. ഇതിന് ഉത്തരം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കടയിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും. ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പോലും പറയാനില്ലേ? ഇതിപ്പോ ചേർത്താനും കടലിനും നടുക്കുവിട്ട പോലെ ആയല്ലോ. എന്താണ് ആ വിദ്യാർത്ഥി ചോദ്യം ചോദിച്ചത്? വ്യക്തമായിട്ടൊന്ന് പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം. ആ കേട്ടതുപോലെ ചോദ്യം ഹിന്ദിയിലായിരുന്നു. എന്താണ് ചോദ്യം? എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലെ ബംഗാളിൽ വികസനം വരാത്തത്? ഇതായിരുന്നു ആ ചോദ്യം. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഈ ഉത്തരം നൽകുന്നതിന് പകരം അവരെ പിടിച്ചു വെക്കാനാണ് നോക്കുന്നത്. ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. ആ സമയത്ത് പറയുന്നുണ്ട്, ഹിന്ദിക്കെതിരെ അടുത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്നിട്ടും അടുത്ത ഒരു വിദ്യാർത്ഥി പറയാണ് അദ്ദേഹത്തിന് ഹിന്ദി അറിയാം, അദ്ദേഹത്തിനോടാണ് ചോദിച്ചത് ഉത്തരം പറയൂ എന്ന്. എവിടെന്ന്? ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു രാഹുൽ ഗാന്ധി. കേരളത്തിൽ 18 കോൺഗ്രസ് MPമാരുണ്ട് പാർലമെന്റിൽ. എന്തായിരിക്കും രാഹുലിന്റെ മറുപടി? കേൾക്കാം. ചിരിക്കരുതേ. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? ആത്മഹത്യയാണ് എളുപ്പം. ഗോപാല, ഇപ്പോഴാണ് നീ എന്നെ സഹായിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്റെ ഇമേജ് ഞാൻ നോക്കണം. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. എന്താ കുട്ടി ഇത്? നിങ്ങളൊക്കെ ഇങ്ങനെ ദിക്സാക്ഷിയിലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമമുണ്ട് കേട്ടോ, വിഷമമുണ്ട്. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. നിന്നെ സമ്മതിക്കണം. ഇതൊക്കെ എന്ത്? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. രാഹുലിന് വേണ്ടി മറുപടി പറഞ്ഞത് ഷാഫി പറമ്പിലാണ്. അതായത് തൊഴിലുറപ്പിനെ പറ്റി മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന്. അതെന്താണ്? വികസനം സംസാരിക്കാൻ പറ്റില്ലേ?
അവൻ പറഞ്ഞത് കാര്യമല്ലേ? ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അണ്ടവാ. രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റോ? എന്തൊക്കെ പുകയിലായിരുന്നു കേരളത്തില്. രാഹുൽ ഗാന്ധിയോട് എവിടെ പോയാലും എന്ത് ചോദ്യവും ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. രാഹുൽ ഗാന്ധി മറുപടി പറയും. ഞങ്ങൾ സ്നേഹത്തിന്റെ കട്ടകടയാ തുടർന്നെന്നാ നിരന്തരം പറയാറുള്ളത്. എവിടെ പോയി സ്നേഹത്തിന്റെ കട? ഇതാണോ മലയാളികൾ മനസ്സിലാക്കേണ്ട സ്നേഹത്തിന്റെ കട? കേരളം പിടിക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമല്ലേ ഈ മഹാപഞ്ചായത്ത്? അതൊക്കെ പോട്ടെ, ആ വേദിയിൽ MP-മാർ, MLA-മാർ, DCC അധ്യക്ഷന്മാർ, KPCC അധ്യക്ഷൻ, അങ്ങനെ നേതാക്കന്മാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. കയ്യിന്ന് പോയടാ ചാർലി. ഇതിന് ഉത്തരം പറയാൻ സാധിക്കൂ? യഥാർത്ഥത്തില് കേരളത്തിൽ വികസനമല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇടതുപക്ഷം നേരെ ഡൽഹിയിലേക്ക് എത്തുമ്പോ ഇന്ത്യ മുന്നണിയൊക്കെ അങ്ങ് നിങ്ങളെ തറവാട്ടിൽ വെച്ചാൽ മതി എന്ന് ഇടതുപക്ഷം പറയൂലേ? പോയി, ഇവിടുത്തെ പണി പോയി. ഇനി ബംഗാളിൽ വികസനമല്ല പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമോ? ബംഗാളിൽ എങ്ങാൻ പറഞ്ഞാൽ മമത രാഹുൽ ഗാന്ധി അടുത്ത് മണ്ടയ്ക്ക് 2 കൊട്ട് കൊട്ടിയിട്ട് ഇവരുടെ കോപ്പിൽ NDA മുന്നണി എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് ആറ്റിലറിയോ? ഇതൊരു ഈ സ്നേഹത്തിന്റെ കടയിലെ തട്ടിപ്പാണ് മലയാളികൾ തിരിച്ചറിയേണ്ടത്. അതായത് ഇടതുപക്ഷത്തോടാണ് കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ ഇടതുപക്ഷം ഇവരുടെ മുന്നണിയിൽ. ഇനി നേരെ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ ഒരു മത്സരം നടക്കുമ്പോ ഇതേ മമത ഡൽഹിയിലെത്തുമ്പോ ഇവര് ഒരുമിച്ച്. ഇതിന്റെ സത്യാവസ്ഥ പറയാൻ അവരാരും ഇങ്ങോട്ട് വരാൻ പോകില്ലല്ലോ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഒരു മുന്നണി എന്ന് പറയും, രാജ്യത്ത് ഒന്നടങ്കം ഒരു ടീമാന്ന് പറയും, അതേസമയം ഇടതുപക്ഷത്തിന്റെ കേരളത്തിലേക്ക് എത്തുമ്പോ, അവര് ഭരിക്കുന്ന കേരളത്തിലേക്ക് എത്തുമ്പോ ഇവിടെ ഒന്നും പാടില്ല, ഇവിടെ കീരിയും പാമ്പു. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഏത് പ്രബുദ്ധ മലയാളികളെ വിഡ്ഢികളാക്കി അവർ മുന്നോട്ട് പോകുക. അതേസമയം വെസ്റ്റ് ബംഗാളിൽ എത്തിയാലോ അവിടെയും കീരിയും പാമ്പു. അതേസമയം ഇവരൊക്കെ തന്നെ ഒരു ടീം ഡൽഹിയിൽ എത്തിയിട്ട്. അപ്പൊ ഇവിടെ കിടന്ന് ഈ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ തല്ലുന്നത് യഥാർത്ഥത്തിൽ സാധാരണക്കാരെ വിഡ്ഢികളാക്കല്ലേ? മോനെ ഷാജി, ഒന്ന് ആലോചിക്കണേയാണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ഒരു പയ്യന്റെ മുന്നിൽ ക്ലീൻ ബൗൾഡായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടുപോകുന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നടത്തിയ പരിപാടിയാണ്. ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ പരിപാടി തീർന്നു. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. കേരളത്തിലെ വികസനം ബംഗാളികൾ പോലും അംഗീകരിക്കുന്നുവെന്ന് പാണന്മാർക്ക് പാടി നടക്കാൻ സുവർണ അവസരം. ഇതിൽ കൂടുതൽ എന്നാ കഞ്ഞി